സുഹൃത്തുക്കളെ, ആരിസാണ്, ആരിസ് വൈത്തിരിയാണേ. ഇതിന് മുമ്പത്തെ വീഡിയോ കണ്ടവർക്കറിയാം. ഇത് കണ്ടിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ചാനലിൽ പോയിട്ട് എല്ലാ വീഡിയോ ഒന്ന് കാണണം. നിർദ്ദേശങ്ങളും വിലപ്പെട്ട അഭിപ്രായങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ. പുൽപ്പള്ളിക്കാരട്ടത് ഓക്കെ. അപ്പോൾ ടാങ്കി അവിടെ നിർത്തിയായിരുന്നു. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് ചുരത്തിൻ്റെ അവസ്ഥ. അപ്പോൾ ഇതൊന്ന് മെനക്കെട്ട് പൊറുക്കി വൃത്തിയാക്കണം എന്നാണ്. ഒരു മാസത്തിൻ്റെ ഉള്ളിലെങ്കിലും പരമാവധി നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിത് ചെയ്യാൻ കഴിയുമെന്നാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഓക്കെ. അപ്പോൾ ഇതുവരെ എന്നെ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്ത, ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത ആളുകൾക്ക് വളരെയധികം നന്ദി അറിയിച്ചുകൊണ്ട് ബാക്കി ഭാഗത്തിലേക്ക് കടക്കാം കേട്ടോ. അപ്പോൾ താമരശ്ശേരി ചുരം, അതായത് വയനാട് ചുരം എന്ന് പറയും, താമരശ്ശേരി ചുരം എന്ന് പറയും. ഈ ചുരത്തിൽ കണ്ടമാനം പ്ലാസ്റ്റിക്കുകൾ, കാറുകളിൽ നിന്ന് ഒരു വണ്ടി ഒരു മുട്ടായി കടലാസ് ഇട്ടാൽ മതി, ബാക്കിലുള്ള വണ്ടി ഒരു കടലാസ് എടുത്താൽ മതി, ഒരു ടിഷ്യൂ പേപ്പർ ഇട്ടാൽ മതി. അത് ആ പുല്ലിനുള്ളിൽ അങ്ങനെ കിടക്കും. പിന്നെ കടലാസും അതും ഇതും പമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഇതിന് മുമ്പത്തെ വീഡിയോ കണ്ടാൽ അറിയാം. എല്ലാം ഞാൻ പറഞ്ഞതാണ്. അതിൽ തുണി, അത് ഇത് കണ്ട കച്ചറ മുഴുവൻ ചുരത്തിൽ കൊണ്ടുവന്നിട്ടാണ്. ഇതൊക്കെ നമ്മൾ ഫൈൻ ഒടുങ്ങി കഴിഞ്ഞാൽ നല്ലൊരു പൈസ പോട്ട് നിങ്ങൾക്കൊക്കെ. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഒരു സാധനം പോലും പുറത്തിടരുത്. നമ്മളൊക്കെ മനുഷ്യരല്ലേ, നമ്മളൊക്കെ വിദ്യാഭ്യാസമുള്ള ആളുകളല്ലേ. ഞങ്ങൾ മൂന്നാൾ അബദ്ധം പറ്റിപ്പോയി. കടയിൽ നിന്ന് പിന്നെ വെള്ളം ഞങ്ങൾ വാങ്ങാൻ മറന്നുപോയി. ചുരത്തിൻ്റെ നടുവിലാണ്. ഇപ്പം എന്താ ചെയ്യാതെ ഞങ്ങളെ മുന്നിൽ മൊത്തം പ്ലാസ്റ്റിക് കിടക്കണുണ്ട്. ഞങ്ങൾ ഇറങ്ങി തിരിച്ചത് അവസാനിപ്പിക്കണവരെ എടുക്കണം എന്നല്ലേ. എന്തായാലും ഇന്നൊന്നും നാളെ ഒരു മാസം കൊണ്ടൊന്നും തീരുമില്ല. ഇത് പരമാവധി ഇന്ന് എടുക്കട്ടെ. ദയവേത് ഈ ചുരം കാണാൻ വരുന്ന സഞ്ചാരികള് ഈ ചുരം ഒന്ന് വൃത്തിയാടാതെ സൂക്ഷിക്കുക. കണ്ടില്ല എന്തോരം പ്ലാസ്റ്റിക് നോക്കുകള്, ഒന്ന് എത്ര പെറുക്കിയാലും തീരുമല്ലത്. അതുകൊണ്ടാ പറയുന്നത്, പ്ലീസ് എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്. ഇത്ര എനിക്ക് പറയാനുള്ളൂ. സുഹൃത്തുക്കളെ, ഇത് നമ്മളിപ്പോ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാനൊക്കെ ഹരീസിന്റെ കൂടെ കൂടിയപ്പോഴൊക്കെ ചില ആളുകളൊക്കെ ചോദിക്കും, നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുക, ഫോൺ വിളിച്ചിട്ട് നേരിട്ടിട്ടൊക്കെ നമ്മളൊക്കെ എന്താ പറയാ, ഒരു നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിലേക്കാണ് സംസാരിക്കുന്നത്. അപ്പൊ നമ്മളൊക്കെ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഇപ്പൊ ആരിസ് അങ്ങനെ ചെയ്യുന്നു, ഞാൻ അദ്ദേഹത്തെ ഫോൺ വിളിച്ച് ബന്ധപ്പെട്ടു, ഷൗക്കത്ത് ബന്ധം, ഒരേ മനസ്സുള്ള ആൾക്കാരാണ്, ഒന്നിക്കുകയാണ്. നമ്മളൊക്കെ ദിവസം 1000 പണിയെടുത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. പണിയില്ലെങ്കിൽ നമ്മളെ കാര്യം കട്ടപ്പോക്കെയാണ്. ഇപ്പം ഈ പ്ലാസ്റ്റിക് ചാക്ക് കണക്കിന് പൊറിക്കാൽ തന്നെ ഇത് എവിടെ കൊണ്ടുപോയിടുക എന്നുള്ളൊരു ചോദ്യചിഹ്നം മാത്രമേ എൻ്റെ മുന്നിലുള്ളൂ. ഭയങ്കര സ്മെല്ലാണത്. ഞങ്ങൾ മാസ്ക് എടുക്കാൻ മറന്നതാണ്. അപ്പോൾ ഈ ബസ്സിൽ ഇങ്ങനെ പോണ യാത്രക്കാർ ചുരം കയറുമ്പോഴും ഇറങ്ങുമ്പോഴും പ്രത്യേകിച്ച് ഛർദ്ദിക്കാൻ വരും. അപ്പോൾ ഛർദ്ദിക്കുന്ന ആളുകൾ, അത് ബസ് യാത്രക്കാരാണെങ്കിൽ പ്രത്യേകിച്ച് ഡബിൾ കവറിലാക്കിയിട്ട് അത് നിങ്ങളെ കയ്യിൽ തന്നെ വെച്ച് ഡിസ്പോസ് ചെയ്യുക. ഇത് ഛർദ്ദിക്കുന്ന കവർ ഒന്നായിട്ടുണ്ട് ഏറിയാണ് ഇത് റോഡിൻ്റെ സൈഡിലേക്കും കാട്ടിലേക്കൊക്കെ. അങ്ങനെ 10 ആൾ ഛർദ്ദിച്ച് എറിഞ്ഞു കഴിഞ്ഞാൽ പോയില്ലേ. ഞാൻ ആ വാരുന്നത് മുഴുവൻ ഛർദ്ദിച്ച കവറാണ്. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഇതൊക്കെ നമ്മൾ കുറേ കാലം പറഞ്ഞ് ലാസ്റ്റ് ചുരത്തിൽ ഒരു വേസ്റ്റ് പോലും ഇല്ലാതാകണം. അതാണ് വേണ്ടത്. 4-5 വർഷം മുമ്പ് തുടങ്ങിയാണ് സുൽത്താൻ ബത്തേരി, വയനാട് സുൽത്താൻ ബത്തേരിയിൽ ഒന്ന് തുപ്പിക്കഴിഞ്ഞാൽ, റോഡ് സൈഡിൽ ഒന്ന് തുപ്പിക്കഴിഞ്ഞാൽ ഫൈനാ. അത്രയും വൃത്തിയുള്ളൊരു ടൗണാണ്. അതേപോലെ തന്നെ ചുരം നമുക്ക് ആക്കി മാറ്റണം. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം ഈ കാര്യത്തിൽ. ഈ വിഷയത്തിൽ പല സംഘടന ഉണ്ട്. എല്ലാവരും ഒറ്റ ദിവസം മെനക്കെട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ചുരം മൊത്തം വൃത്തിയാക്കാം. ആളുകൾ ഇറങ്ങുക, ഒരു സമരത്തിനും ഒരു പ്രക്ഷോഭത്തിനും ഇറങ്ങണ ആ ഒരു ടൈം മതി. ഇതിന് മുമ്പൊക്കെ സ്കൂൾ കുട്ടികൾ മൊത്തം യൂണിഫോമിലൊക്കെ വന്ന് മൊത്തത്തിലൊരു പെട്ടെന്നൊരു മിന്നൽ പൊറുക്കൽ നടത്തലുണ്ട്. പക്ഷേ അങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ പൊറുക്കിയിട്ട് കാര്യമില്ല. എല്ലാവരും ഇത് ശ്രദ്ധിക്കണം. ഇത് ഹരിതസേനയും മറ്റും വീടുകളിൽ നിന്ന് 50 രൂപ വാങ്ങിയിട്ട് പ്ലാസ്റ്റിക് കൊണ്ടുപോകുന്നുണ്ട്. അതൊക്കെ നമ്മളെ വീടും പരിസരവും പഞ്ചായത്തും വൃത്തിയാകാൻ വേണ്ടിയിട്ടാണ്. ഈ ഫോറസ്റ്റിൽ ഈ നിൽക്കുന്ന ഈ ചുരം ഉണ്ടല്ലോ, ഈ ചുരത്തിൽ കൊണ്ടുവന്ന് എറിയുക വണ്ടികളിലും മറ്റുമൊക്കെ തന്നെ പറയാമെന്ന് വിചാരിക്കരുത്. വാഹനങ്ങളിൽ പോകുന്ന ആളുകൾ പലതും വാങ്ങി കഴിക്കും. അത് ചുരത്തിൽ കൊണ്ടുവന്ന് എറിയരുത്. ടൗണുകളിലും മറ്റും പല ഡിസ്പോസ് ചെയ്യാനുള്ള പല ബോക്സുകളും വെച്ചിട്ടുണ്ടാവും. ഇനി അറ്റ്ലീസ്റ്റ് ഒരു ഭക്ഷണം കഴിക്കാൻ നിർത്തുന്ന ഒരു കടകളിലെങ്കിലും ഉണ്ടാവും ഒരു ബക്കറ്റ്, അതിലിട്ടാൽ മതി. എന്തായാലും നമ്മൾ ചായയും മറ്റൊക്കെ കുടിക്കാൻ നിർത്തുമല്ലോ. അപ്പോൾ അതൊന്നും എല്ലാവരും ശ്രദ്ധിക്കുക. വണ്ടി മേലെ വെച്ചിട്ടുണ്ട്. വല്ല പോലീസുകാർ ഇനി വന്നാണ് ഫോട്ടോ എടുത്ത് നോ പാർക്കിങ്ങിന് ചാർജ് കുടുങ്ങിക്കണമെന്ന് അറിയാൻ പറ്റില്ല. ചാർജ് കുടുങ്ങിയാലും ശരി, നമ്മൾ എടുക്കണ പണി നമ്മൾ എടുക്കണമല്ലോ. അപ്പോൾ മേലെ കൊണ്ടുപോയിട്ട് ചാക്കൊക്കെ മേലെയാണ്. അപ്പോൾ തിരിച്ച് വണ്ടി എടുക്കാൻ വന്ന വരവിൽ ഒരു 2 പ്രാവശ്യം കൂടി കണ്ടപ്പെടുത്താണ്. ഇനി ഇത് ഇതിൽ എടുത്തത് ഇതൊക്കെ കണ്ടില്ലേ, ബസ്സിൽ നിന്ന് ഛർദ്ദിച്ചെറിഞ്ഞ കവറുകളാണ്. ഭയങ്കര മണമുണ്ട് ഇത്. എല്ലാ പ്ലാസ്റ്റിക്കും നമ്മൾ ഇതാക്കണമല്ലേ. നമ്മളിത് പുറത്തേക്ക് വലിച്ചെറിയാതെയുള്ള റോഡ് സൈഡ് ക്ലീൻ ചെയ്താൽ വന്ന സ്ഥിതിക്ക് ഛർദ്ദിച്ചത് എടുക്കൂല എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ പമ്പേഴ്സ്, ചാക്കിലും കുറേ പമ്പേഴ്സ് അത് ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ എവിടെ കൊണ്ടുപോയി കളയും? അതാണ് ഇപ്പോൾ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. മുഖ്യമായ ആയുധം, ഹാരിസിന്റെ ബുദ്ധിയിൽ വളർന്ന ആയുധം. ഇതിനെ പറ്റി എന്താ പറയുക? ആയുധത്തിനെ കുറിച്ച് ഒന്നും പറയാനില്ല. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന മാതൃകയിലാണ് മൂപ്പരത് ഉണ്ടാക്കിയിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ പ്ലാസ്റ്റിക് കുപ്പി കുത്തിയെടുക്കാൻ പറ്റിയൊരു ആയുധമായിരുന്നു. അതുകൊണ്ട് മതി. നമ്മളെ കയ്യിൽ അപ്പൊ ഏതായാലും ഗുഡ്സോ മറ്റോ പിക്കപ്പ് വരുന്നുണ്ട് നോക്കി നിൽക്കുകയാണ് ഇപ്പൊ നമ്മളല്ലേ. വരികയാണെങ്കിൽ വരട്ടെ.
അങ്ങനെ ചങ്ങായിമാരെ നാലാമത്തെ കഴിഞ്ഞ് അഞ്ചാമത്തെ ഒരു ജീപ്പ് നിർത്തിയിട്ടുണ്ട് കേട്ടോ. 4 ആളുകളും കയ്യാട്ടി നിർത്തിയില്ല. കാരണം ഈ ചാക്കിൽ വല്ല കഞ്ചാവും ഇവിടുന്ന് കൃഷി ചെയ്താണ്ട് കയറ്റി വിടാൻ വേണ്ടിയിട്ടാണെന്ന് വിചാരിച്ചിട്ടേ വണ്ടിക്കാരും നിർത്തുന്നില്ല. ഞങ്ങളിത് പൊറുക്കണമൊക്കെ കാണില്ലേ, കമ്പിൻ ചാക്കൊക്കെ കൈ കാണില്ലേ, എന്നിട്ട് പോലും നിർത്തിയില്ല. അഞ്ചാമത്തെ നല്ലൊരു മനസ്സിൻ്റെ ഉടമ അത് നിർത്തിട്ടോ. സംഭവം അവർക്ക് മനസ്സിലായി, നമ്മളെ കാട്ടിക്കൂട്ടലും കാര്യങ്ങളും കണ്ടപ്പോൾ തന്നെ അത് ജെന്യൂൻ ആണെന്ന് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ അവർ സമ്മതിച്ച് സാധനം വണ്ടി കയറ്റി. ഒരു നന്മമരം വണ്ടി നിർത്തിയിട്ടുണ്ട്. അത് നമ്മൾ അതിലേക്ക് ഇത് കയറ്റാൻ പോകട്ടോ. ഏതോ സാധുക്കളാണ്, നല്ല ആൾക്കാരാ. 3-4 വണ്ടിക്ക് കൈയാട്ടി നിർത്തിയില്ല. പോലെ നിങ്ങളെ പേരെന്തേന്? പുൽപ്പള്ളിക്കാരട്ടത്. സുഹൃത്തുക്കളെ, അങ്ങനെ നിർവാഹമില്ലാതെ ചുരത്തിൻ്റെ മേലുള്ള ഡിസ്പോസ് ചെയ്യാനുള്ള ബോക്സിൽ ഇത് തൽക്കാലം ഞങ്ങൾ ഈ 3 ചാക്ക് മാത്രം വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത ഞായറാഴ്ച, എല്ലാ ഞായറാഴ്ചയും തന്നെ പരിപാടി. അടുത്ത ഞായറാഴ്ച ഞങ്ങൾ പൊറുക്കണ സാധനം കറക്റ്റ് അത് നിർമ്മാർജ്ജനം ചെയ്യാനുള്ളൊരു സംവിധാനം കൂടി കണ്ടിട്ടേ വരുള്ളൂ. അതിന് പറ്റിയ സംഭവം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഓക്കെ, സോറി. ഇനി പറയും കയ്യ കാണട്ടോ, വെള്ളമുണ്ട്. ഇനിയിപ്പോ എന്താ പറയാനുള്ളത്? ഇവിടെയൊക്കെ നമുക്ക് ഒരു ദിവസം വേറൊരു ദിവസം വന്നിട്ട് ക്ലീൻ ചെയ്യാം അല്ലേ? നല്ല മഴ പെയ്തിട്ട് ഈ വെയിൽ കണ്ടിട്ട് നമ്മൾ ഇറങ്ങിയത്. അങ്ങനെ ആ ജീപ്പേർക്ക് 1000 അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ പോവാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. പുതിയൊരു വീഡിയോ ആയിട്ട് പുതിയൊരു വീഡിയോ വീണ്ടും കാണാം.